അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഇക്കാക്ക് ഇന്ന് നേരത്തെ ജോലിക്ക് പോകണം. അങ്ങനെ ഞാനിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. നേരെ അടുക്കളയിൽ വന്ന് ആദ്യം തന്നെ മുഖം കേട്ടോ കഴുകുന്നത്. ആ ഉറക്കപ്പീച്ചൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചില ദിവസങ്ങളിൽ നല്ല മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ എണീറ്റ് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കാക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ എണീറ്റ് വരുന്നതാണ്. പിന്നെ ഇന്നലെ പയറ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്ക് കഴിക്കാനായിട്ട് ഇടിയപ്പവും പയറുകറിയാണ്. ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമൊക്കെ നല്ലോണം ചൂടാക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് അത് നല്ലോണം കുഴച്ചെടുത്തപ്പോഴത്തേക്കും ചായയും പയറും ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പം പേച്ചിയതും കൂടെ അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതാ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഒലിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാട്ടോ പയററി എപ്പോഴും വെക്കാറുള്ളത്. കൊത്തുമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ കടുക് വേറെ പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി അരിയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ കുനുകുന അരിഞ്ഞപ്പോഴത്തേക്ക് പുക എടുക്കാൻ തുടങ്ങി ചട്ടിയിൽ നിന്ന്. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഉള്ളിയും അതുപോലെ തന്നെ ഇടിച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും പയർ തട്ടിക്കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കാറുണ്ട്. എല്ലാം കൂടി കൂടിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇക്കാൻ്റെ വാപ്പ രാവിലെ തന്നെ ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും ഇടിയപ്പം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയററിയും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയും കൂടെ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇടിയപ്പം സെറ്റായി വന്നിട്ടുണ്ട്. അതും തട്ടിക്കൊടുത്തിട്ട് പിന്നെ അടുത്ത മാവ് പേച്ച് അടുപ്പിലോട്ട് ആക്കാതെ വിചാരിച്ചു. അങ്ങനെ ഇതാ എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട്. എല്ലാം കൂടി കുടിക്കാൻ ഭയങ്കര മടിയാണ് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും എല്ലാം ഹാളിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഹാളിൽ കൊണ്ടുപോയി നേരെ വെച്ചിട്ട് ഞാൻ കുറച്ച് അലക്കിയ തുണികളൊക്കെ ഉണക്കിയെടുക്കാനുണ്ടായിരുന്നു. കാരണം ഇന്നലെ മഴ കാരണം മിക്കതും നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അകത്ത് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൊണ്ടുപോയി വിരിച്ചിട്ടപ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കുടിച്ച് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കക്ക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡൊക്കെ തട്ടിക്കൊടിഞ്ഞ് വിരിച്ചിട്ടുണ്ടെന്നുണ്ട്. എത്ര വിരിച്ചിട്ടിട്ടും കാര്യമില്ല. ഈ സാധനം ഉള്ളിടത്തോളം കാലം എല്ലാം കൊളാക്കി ഇടും കേട്ടോ. അപ്പോൾ അവൾ വേഗം അലമ്പാക്കി ഇടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ